അവൾക്ക് അസുഖമായിരുന്നെങ്കിലും അവൾ സ്കൂളിൽ പോയി. അവൾക്ക് അസുഖമായിരുന്നെങ്കിലും അവൾ സ്കൂളിൽ പോയി. മഴ പെയ്തിരുന്നെങ്കിലും അവർ കളി നിർത്തിയില്ല. മഴ പെയ്തിരുന്നെങ്കിലും അവർ കളി നിർത്തിയില്ല. ആദ്യം ഈ സെൻറ്റൻസുകൾ ഒന്ന് നോക്കാം അല്ലേ നമുക്ക്. ഇത് രണ്ടും കോൺട്രാസ്റ്റ് ഐഡിയാസ് ആണല്ലേ, പരസ്പര വിരുദ്ധമായത്. അവൾക്ക് അസുഖമായിരുന്നു, അപ്പോൾ സാധാരണ നമ്മൾ സ്കൂളിൽ പോകാറില്ല. എന്നാൽ ഇവിടെ സ്കൂളിൽ പോയി എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ കോൺട്രാസ്റ്റ് ഐഡിയാസിനെ യോജിപ്പിക്കാൻ നമ്മൾ ചേർക്കുന്ന ചില കൺജങ്ഷൻസ് ഉണ്ട്. ഇനി നോക്കി, അവൾക്ക് അസുഖമായിരുന്നെങ്കിലും കംപ്ലീറ്റ് സെൻസ് കിട്ടുന്നില്ല അല്ലേ. എന്നാൽ ഇതിനോടുകൂടി അടുത്ത ഭാഗം ചേർക്കുമ്പോൾ അവൾ സ്കൂളിൽ പോയി കംപ്ലീറ്റ് സെൻസ് കിട്ടുന്നുണ്ട്. ഇനി ഈ സെൻറ്റൻസിനെ രണ്ട് ഭാഗങ്ങളായിട്ട് പരിഗണിക്കുമ്പോൾ, അതായത് മുഴുവനായും അർത്ഥം തരാത്ത ഭാഗത്തെ, കംപ്ലീറ്റ് സെൻസ് തരാത്ത ഭാഗത്തെ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് എന്നും കംപ്ലീറ്റ് സെൻസ് തരുന്ന ഭാഗത്തെ നമുക്ക് മെയിൻ ക്ലോസ് എന്നും പറയാം. ഇനി ഈ സെൻറ്റൻസുകൾ നമുക്കൊന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റാം. ഓൾദോ ഷീ വാസ് സിക്ക് ഷീ വെൻറ്റ് ടു സ്കൂൾ. ഓൾദോ ഷീ വാസ് സിക്ക് ഷീ വെൻറ്റ് ടു സ്കൂൾ. Though it was raining, they did not stop playing. Though it was raining, they did not stop playing. ഇവിടെ ഈ ക്ലോസുകളെ ചേർത്ത് പറയാൻ ഞാൻ ഓൾദോ, ദോ എന്നീ വേർഡ്സ് ആണ് ഉപയോഗിച്ചത്. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതും ഓൾദോ, ദോ, ഈവൻ ദോ എന്നീ കൺജങ്ഷൻസിനെ കുറിച്ചാണ്. ഈ വാക്കുകൾ തമ്മിൽ അർത്ഥത്തിൽ കാര്യമായ വ്യത്യാസങ്ങളില്ല. അർത്ഥത്തിൽ മാത്രമല്ല, ഈ വാക്കുകളുടെ ഉപയോഗത്തിലും. ഈ വാക്കുകളുടെ അർത്ഥം മലയാളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ധോ, എങ്കിലും, എന്നിരിക്കലും, എന്നിട്ടും, ഓൾധോ, എങ്കിൽ തന്നെയും, എന്നാലും, ഈവൻ ധോ, എങ്കിൽ പോലും, ആണെന്നിരിക്കലും എന്നൊക്കെ അർത്ഥം പറയാം. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ ഈ വാക്കുകൾ തമ്മിൽ അർത്ഥത്തിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ലെന്ന്. ഇനി പ്രായോഗിക തലത്തിലും ഇവ മൂന്നും ഏകദേശം സമാനമായ സെൻറ്റൻസുകളിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദോ ഷീ ഹാഡ് കം ഹിയർ ഷീ ഡിൻറ്റ് മീറ്റ് മീ. ദോ ഷീ ഹാഡ് കം ഹിയർ ഷീ ഡിൻറ്റ് മീറ്റ് മീ. അവൾ ഇവിടെ വന്നിരുന്നുവെങ്കിലും എന്നെ കണ്ടില്ല. അവൾ ഇവിടെ വന്നിരുന്നുവെങ്കിലും എന്നെ കണ്ടില്ല. ഇവിടെ ധോ, എങ്കിലും എന്ന കൺജങ്ഷനാണ് ഈ ക്ലോസുകളെ ചേർത്ത് പറയാൻ ഉപയോഗിച്ചത്. ഇനി ധോ എന്നതിനു പകരം ഓൾദോ പറഞ്ഞാലും അർത്ഥത്തിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാകുന്നില്ല. ഓൾദോ ഷീ ഹാഡ് കം ഹിയർ ഷീ ഡിൻറ്റ് മീറ്റ് മീ. ഓൾദോ ഷീ ഹാഡ് കം ഹിയർ ഷീ ഡിൻറ്റ് മീറ്റ് മീ. അതായത് ദോ, ഓൾദോ എന്നീ വാക്കുകൾ തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല എന്നർത്ഥം. കാര്യമായ വ്യത്യാസമില്ലെങ്കിൽ പിന്നെ എന്തിന് രണ്ട് വാക്കുകൾ എന്നായിരിക്കും അല്ലേ. ഓൾദോ കൂടുതലായും ഫോർമൽ സിറ്റുവേഷനിലും ദോ ഇൻഫോർമൽ സിറ്റുവേഷനിലുമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ദോ ക്ലോസിൻ്റെ തുടക്കത്തിലോ നടുവിലോ അവസാനമോ ഉപയോഗിക്കാം. എന്നാൽ ഓൾദോ സാധാരണ അവസാനം ഉപയോഗിക്കാറില്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കോൺട്രാസ്റ്റ് ഐഡിയാസിനെ ചേർക്കാനാണ് നമ്മൾ ഈ കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നതെന്ന്. ഇനി ഇതിലേതെങ്കിലും ഒരു പോയിന്റിനെ എംഫസൈസ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ഈവൻ ദോ ഉപയോഗിക്കാം. ഞാൻ ഒന്നുകൂടിയും പറയാം, നമ്മൾ പറയുന്ന പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റിനെ എംഫസൈസ് ചെയ്ത് പറയണമെങ്കിൽ അവിടെ നമുക്ക് ഈവൻ ദോ ഉപയോഗിക്കാം. ഈവൻ ദോ ദേ കമ്പൽഡ് ഹിം വെരി മച്ച് ഹി വാസ് നോട്ട് റെഡി ടു ഗിവ് ദ മണി. ഈവൻ ദോ ദേ കമ്പൽഡ് ഹിം വെരി മച്ച് ഹി വാസ് നോട്ട് റെഡി ടു ഗിവ് ദ മണി. അവർ അയാളെ ഒരുപാട് നിർബന്ധിച്ചെങ്കിൽ പോലും അയാൾ പണം കൊടുക്കാൻ തയ്യാറായില്ല. അവർ അയാളെ ഒരുപാട് നിർബന്ധിച്ചെങ്കിൽ പോലും അയാൾ പണം കൊടുക്കാൻ തയ്യാറായില്ല. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ക്ലോസുകളെ കണക്ട് ചെയ്യാനാണ് കൺജങ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. അവർ അയാളെ ഒരുപാട് നിർബന്ധിച്ചു എന്ന പോയിന്റ് എംഫസൈസ് ചെയ്യാനാണ് ഞാൻ ഇവിടെ ഈവൻ ദോ ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ എല്ലാ എക്സാമ്പിളും നോക്കിയാൽ അറിയാം ഈ ക്ലോസുകൾക്കിടയിൽ ഞാൻ കോമ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് വരുന്ന ക്ലോസിൽ ബട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺജങ്ഷൻസ് വീണ്ടും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒന്നുകൂടി പറയാം, ഈ ക്ലോസുകൾക്കിടയിൽ കോമ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ബട്ടോ അതുപോലെയുള്ള മറ്റേതെങ്കിലും കൺജങ്ഷൻസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. 1-2 എക്സാമ്പിൾസ് കൂടി നോക്കാം അല്ലേ. യു ആർ വെൽക്കം ദോ യു ആർ ലേറ്റ്. യു ആർ വെൽക്കം ദോ യു ആർ ലേറ്റ്. നിങ്ങൾ താമസിച്ചു പോയി എന്നാലും സ്വാഗതം. ഈ സെൻറ്റൻസിനെ വേണമെങ്കിൽ നമുക്ക് ദോ യു ആർ ലേറ്റ് യു ആർ വെൽക്കം എന്നും പറയാം. ഓൾദോ ഐ വർക്ക്ഡ് റിയലി ഹാർഡ് ഐ ഡിൻറ്റ് ഗെറ്റ് ദ ജോബ്. ഓൾദോ ഐ വർക്ക്ഡ് റിയലി ഹാർഡ് ഐ ഡിൻറ്റ് ഗെറ്റ് ദ ജോബ്. ഞാൻ നന്നായി കഠിനാധ്വാനം ചെയ്തിരുന്നുവെങ്കിലും എനിക്ക് ജോലി കിട്ടിയില്ല. ദോ ഹീ ഈസ് വെരി സ്ട്രിക്റ്റ് ഹീ ഈസ് കൈൻഡ്. ദോ ഹീ ഈസ് വെരി സ്ട്രിക്റ്റ് ഹീ ഈസ് കൈൻഡ്. അയാൾ വളരെ സ്ട്രിക്റ്റ് ആണെങ്കിലും ദയവുള്ളവനാണ്. അയാൾ വളരെ സ്ട്രിക്റ്റ് ആണെങ്കിലും ദയവുള്ളവനാണ്. ഈവൻ ദോ ഷീ ഹാഡ് റിക്വസ്റ്റഡ് ഹിം ഹീ ഡിൻറ്റ് ഹെൽപ്പ് ഹർ. ഈവൻ ദോ ഷീ ഹാഡ് റിക്വസ്റ്റഡ് ഹിം ഹീ ഡിൻറ്റ് ഹെൽപ്പ് ഹർ. അവൾ അയാളോട് റിക്വസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും അയാൾ അവളെ സഹായിച്ചില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ധോ, ഓൾദോ, ഈവൻ ധോ എന്നീ വാക്കുകളെ കുറിച്ചാണ്. ഈ വാക്കുകൾ തമ്മിൽ അർത്ഥത്തിൽ കാര്യമായ വ്യത്യാസങ്ങളില്ല. അർത്ഥത്തിൽ എന്ന് മാത്രമല്ല ഉപയോഗത്തിലും. ധോ കൂടുതലായും ഇൻഫോർമൽ സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നു. ഓൾദോ ഫോർമൽ സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നു. ഇനി പറയുന്ന പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കൂടുതലായി എംഫസൈസ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ഈവൻ ദോ ഉപയോഗിക്കാം. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.